ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കിടന്നുറങ്ങി എണീച്ച് മോർണിംഗ് ആയിട്ടുണ്ട്. ഇവിടെയും കേരളത്തിലെ പോലെ സെയിം ആണ്. ഇത്രയും ദിവസം ഹ്യൂമിഡിറ്റി ഉണ്ടായില്ല, പക്ഷെ ഈ ഒരു ബീച്ച് ഏരിയയിൽ വന്ന സമയത്ത് നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. മേലൊക്കെ ഇങ്ങനെ ഒട്ടി വേർക്കുന്നൊരു ഫീൽ വരും. ഞാൻ അധികം വേർക്കാറില്ല, എന്നാലും എനിക്കിങ്ങനെ ഒട്ടുന്ന പോലെ സ്റ്റിക്കി ആയിട്ട് തോന്നും. കാരണം ഉപ്പ് കാറ്റ് ഇങ്ങനെ അടിക്കുമല്ലേ, ഈ കടലിൽ നിന്ന് ഉപ്പ് കാറ്റ് അടിക്കുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് ഭയങ്കര ഒരു ഡ്രൈ ആയ ഫീലായിരുന്നു. ഞാൻ ഉറക്കത്തിനിടയിൽ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കിടന്നു. സാധാരണ ബീച്ചിൽ നല്ല കാറ്റുണ്ടാവുന്ന, ഇപ്പം ഇവിടെ നല്ല കാറ്റുണ്ട്, പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് അത്രയും കാറ്റ് വീശുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇവൻ തുറന്നിട്ടാണ് കിടന്നത്. അപ്പോൾ കുറച്ച് കൊതുകൊക്കെ ഉണ്ടായിരുന്നു, കൊതുകൊക്കെ കടിക്കുന്നുണ്ടായി എന്നെ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ബാഗ് പാക്ക് ചെയ്ത് ഇന്നും ഞാനൊരു ബീച്ചിൽ തന്നെയാണ് സ്റ്റേ ഉദ്ദേശിക്കുന്നത്. അടുത്ത ബീച്ചിൽ മറുവാത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ചുണ്ട്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പ്ലാൻ എപ്പോൾ വേണമെങ്കിൽ മാറാം. എനിക്ക് അപ്പോൾ തോന്നുമ്പോൾ മാറാറുണ്ട്. അത് ഒരു ബീച്ചിൽ അധികാരം പോവാത്തൊരു ബീച്ചാണ്, പക്ഷെ കുറേ റോക്കൊക്കെ കുറേ നടന്നു പോകാനുള്ളൊരു ബീച്ചാണ്. അപ്പോൾ അവിടെ പോയിട്ട് ക്യാമ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ഭയങ്കര ചൂടാണ് ഇപ്പോഴും. സോ എനിക്കൊന്ന് പോയി കുളിക്കണം. കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇത് പാക്ക് ചെയ്യണം. കുളിക്കണമെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടാവും ബാക്കിൽ ഒരു വാഷ്റൂം ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് വേണം കുളിക്കാൻ. കുളിക്കാതെ പോകാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. കുളിച്ച് കഴിഞ്ഞാൽ തന്നെ അപ്പോഴേ ചൂടാണ് കേട്ടോ. ഞാനിത് ചോദിച്ചു ഇവരുടെ അടുത്ത്, ഇവിടെ ആരാ കിടക്കുന്നത്. അപ്പോൾ ആരോ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ക്യാമ്പ് ചെയ്താണ്, അത് അവരിന്ന് എടുത്ത് മാറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അതേ പുള്ളിക്കാരി എൻ്റെ സംസാരം കേട്ടിട്ട് പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നൊരു പുള്ളിക്കാരനാണ് ഇതിൽ കിടക്കുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഈ ഹാമോക്ക് ഉണ്ടായിരുന്നു. ഹാമോക്കിൽ ഞങ്ങൾ കുറേ നൈറ്റ് ഇങ്ങനെ കടന്നാടി, നല്ല കാറ്റുണ്ടായി. പുറത്ത് നിൽക്കുമ്പോൾ കാറ്റുണ്ട്, ഉള്ളിലാണ് കാറ്റില്ലാത്തത്. ചെറിയ ഹാമോക്ക്, അല്ലെങ്കിൽ ഹാമോക്കിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നുറങ്ങായിരുന്നു. പക്ഷേ ഇത് അത്യാവശ്യം നല്ല വെൻറ്റിലേഷനുള്ള ടെൻറ്റാണ്. കണ്ടില്ലേ, ഫുൾ ഓപ്പണാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഇവിടെ തന്നെ മൊത്തം ഇങ്ങനെ കാണാം. ശരിക്കും എന്താ പറയുക, മൊത്തത്തിൽ വിസിബിളാണ്. അതുകൊണ്ടാണ് അത്യാവശ്യം ഞാൻ ഉറങ്ങിയത്. ലേറ്റായിട്ടില്ല, നേരത്തെ കിടന്നു. എന്നിട്ട് ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കിടന്നെങ്കിലും കുറേയൊക്കെ ഉറങ്ങി, അത്യാവശ്യം ഉറങ്ങി. അങ്ങനെ കുഴപ്പമില്ല. ടെൻ്റൊക്കെ പാക്ക് ചെയ്ത് ബാഗിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അപ്പം ഞാൻ അവിടെ ഒരു ഫിഷ് ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ ഫുഡ് കിട്ടുമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 200 പെസോ വരുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. അറൗണ്ട് ഒരു 900 രൂപ വരും, ഇന്ത്യൻ റുപ്പി 200 പെസോ എന്ന് പറയുമ്പോൾ. അപ്പോൾ പക്ഷേ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഫുഡ് കിട്ടുമോയെന്ന് തന്നെ എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കുന്നത്. ഇവിടെ ഒരു ലാബ് ഡോഗൊക്കെ ഉണ്ട് കേട്ടോ. ഓ, ഞാൻ വിളിച്ചപ്പോൾ വന്നതാ. നമുക്ക് പാവം. നോക്കി പാവം കേട്ടോ. ഓ, കുറേ നേരമായിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ് എൻ്റെ ഫുഡ് വരാനായിട്ട്. ഒരു ചെറിയ റൈസ് ഉണ്ട്, സാലഡ് ഉണ്ട്, പിന്നെ തോർത്തിയ അതുണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അത്യാവശ്യം വലിയൊരു ഫിഷൊക്കെ തന്നെയാണ്. 200 പെസോന് ഓക്കെയാണ്. ലൈക്ക് ഈ ഒരു ഏരിയയിൽ അങ്ങനെ ആരും വരുന്നൊന്നുമില്ല. വരികയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഓഫ് സീസണൊക്കെ, അതുകൊണ്ടായിരിക്കും ഇത്ര റേറ്റ് മേ ബി. കാരണം ഞാൻ ChatGPT നോക്കിയപ്പോൾ 50 പെസോന് ഫിഷ് ഫ്രൈ കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് 200 പെസോ ആയി. ഞാനിന്ന് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പോൾ എൻ്റെ കൂടെ അപ്പുറത്തെ റെസ്റ്റോറൻറ്റിലേക്ക് പുള്ളിക്കാർ വരുന്നുണ്ട്. ഒരു വണ്ടി ഇവിടെ വന്നിട്ടുണ്ടായി. അപ്പോൾ ആ വണ്ടി ഇങ്ങനെ തോർത്തിയ വിൽക്കുന്നതാണ്, കടകളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു അടുത്ത കടയിൽ നിന്ന് കഴിഞ്ഞാൽ ആൾ എന്നെ മെയിൻ റൂട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. കാരണം ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് മെയിൻ റൂട്ടിലേക്ക്. അതും കയറ്റമാണ്, വണ്ടികളൊന്നും അങ്ങനെ വരില്ല. എസ്പെഷ്യലി ഈ ഒരു സമയത്ത് ഈ മെയിൻ റോഡ് എത്തിയാൽ തന്നെ മെയിൻ റോഡിൽ തന്നെ വണ്ടികൾ കുറവായിരിക്കും. അപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ആൾ തോർത്തിയ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരിതാ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ബാഗ് ബാക്കിൽ വെക്കണം, കാരണം ഫ്രണ്ടിൽ ഓൾറെഡി ഒരാളുണ്ട്. എന്നിട്ട് വേണം ഫ്രണ്ടിൽ കയറാൻ. കണ്ടോ, അവരിങ്ങനെ വിൽക്കുന്നതാണ്. ഇതിരിക്കാൻ തന്നെ സ്ഥലമില്ല, ഭയങ്കര ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് അവരെനിക്ക് ഇരിക്കാൻ വണ്ടിയിൽ സ്ഥലമൊക്കെ തന്നു കേട്ടോ. വേറെ ആരെയിലാണെങ്കിൽ തരുമോ? ഉള്ള ആൾക്കാരൊക്കെ ഭയങ്കര അടിപൊളിയാണ്. എന്താ പറയുക, ഭയങ്കര പാവമായിട്ടുള്ള മനുഷ്യരാണ്. ഗ്രാസിയാസ് അവർ ആ ചിരിയിൽ തന്നെ ഉണ്ടല്ലോ. ഓക്കെ, ഗ്രാസിയാസ്, ബൈ ബൈ.
അവര് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്, എനിക്ക് റൈറ്റിലേക്കാണ് പോകാനുള്ളത്. ബൈ ബൈ. ഓക്കെ ഓക്കെ യാ ഓക്കെ ബൈ ബൈ. അഡിയോസ്. പാവാട്ടോ, നല്ല ആൾക്കാരാണ് എല്ലാ ആൾക്കാരും ഇവിടെ. ഇനിയിപ്പോൾ ആ മരുഭൂമി പോലെ കിടക്കുന്നൊരു സ്ഥലമാണ്. ഫുള്ള് എന്താ പറയുക, കരിഞ്ഞുണങ്ങിയതാണ്. നല്ല വെയിലും ഉണ്ട്. ഓക്കെ ബൈ ബൈ. അവർ വീണ്ടും ടാറ്റ തരാണ്. വണ്ടി വന്നാൽ നിർത്താനുള്ള ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, പക്ഷെ വണ്ടി വരണം. ഇവിടെ നോക്ക്, മൊത്തം സൈലൻ്റ് ആയിട്ടുള്ളത്, ഒരു വണ്ടി പോലും ഇല്ല. ഞാൻ എന്തായാലും ബാഗ് ഇവിടെ വെക്കട്ടെ. ബാഗ് എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സീനാവും, നല്ല ചൂടാണ്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം എനിക്കിതാ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. കുറേ നേരമായി ഞാൻ നിൽക്കുന്നു, ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. ഫുൾ പൊടിയാണ് കേട്ടോ അതിൽ. ഓക്കെ ഗ്രാസിയാസ്. ലാ പ്ലാസിറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ടൗണിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മരുവാത്ത എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ചിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് വീണ്ടും ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. ഇവിടെ എന്തോ വലിയ പ്രോഗ്രാമൊക്കെ നടക്കാൻ പോകാൻ തോന്നുന്നുണ്ട്. കുറേ വർക്കൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാ ടൗണിൻ്റെ നടുവിലും ഒരു പാർക്ക് ഉണ്ടാവും. അവിടെ ഫുഡ് കഴിക്കാനും ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലം ഉണ്ടാവും. അത് മെക്സിക്കോയിലെ എല്ലാ ചെറിയ ടൗണാണെങ്കിൽ പോലും ഒരു പള്ളിയും നടുവിലൊരു പ്രോഗ്രാമൊക്കെ നടത്തുന്നൊരു ചർച്ച്, എന്താ പറയുക, സ്റ്റേജും എല്ലാം ഉണ്ടാവും. ഇവിടെ ഒന്നും പുറത്തത്തെ ആരും അധികം വരാറില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്നെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങോട്ടും അങ്ങോട്ടും വാന്നൊക്കെ വിളിക്കുന്നുണ്ട്. പപ്പായ മാംഗോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ഞാൻ കഴിക്കട്ടെ, ഏതായാലും ഫ്രൂട്ട്സ് മേടിച്ച് കഴിക്കാം. എന്തായാലും ഭയങ്കര ചൂടാണ്. എത്രയാന്ന് ചോദിച്ചോട്ടെ. നോ നോ എത്രയാണെന്തോ. പപ്പായ മാംഗോ പഴുത്താണോ പച്ചയാണോ? പച്ചയാ മാങ്ങ. അപ്പൊ പിന്നെ പപ്പായ തന്നെ മതി. ഇവിടെ പപ്പായ എനിക്ക് അവർ ഫ്രഷ് ആയിട്ടാണ് കട്ട് ചെയ്ത് വിൽക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവരെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പപ്പായ ആയിരിക്കും. അങ്ങനെ മാങ്ങയും അതൊക്കെ അവർ ഇവിടെ വന്ന് വിൽക്കുന്നതായിരിക്കും. വലിയ പപ്പായൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് എത്ര വലുതാന്ന് പറഞ്ഞിട്ട്. വോയിസ് കേൾപ്പിക്കട്ടെ, ചിലപ്പോൾ വായിക്കാൻ അവർക്ക് അറിയില്ല. ഇവിടെ നെറ്റ്വർക്ക് ഉണ്ട് കേട്ടോ. അത്ര നേരം നെറ്റ്വർക്ക് ഇല്ലായിരുന്നു. 40 pesos. ¿Cuánto dinero por la papaya? 40 pesos, bien barato. Casi regalada, 40. Cero. Entonces cero. 40. ഓക്കെ 40 കേട്ടോ ആ ഒരു കഴിച്ച പപ്പായക്ക് വരുന്നത്. ഇവിടെ ഇവരായിട്ട് ഞാൻ സംസാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ലിഫ്റ്റ് അടിക്കുന്ന എങ്ങനെ എന്നോട് നടന്നാണോ പോണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നടന്ന് ലിഫ്റ്റ് അടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു റായ്ത്തേ എന്ന് പറഞ്ഞാൽ മതിയെന്ന്. റായ്ത്തേ എന്ന് വെച്ചാൽ ലിഫ്റ്റ് അടിച്ചാണ് പോകുന്നതെന്നാണ്. അപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാവും. വണ്ടി സ്ലോ ആക്കണമെങ്കിൽ റായ്ത്തേ എന്ന് ഉറക്കെ പറഞ്ഞാൽ മതി എന്ന് അവർ പറയുന്നത്. എനിക്ക് ടിപ്പൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. ഓക്കെ റായ്ത്തേ മറുവാത്ത റായ്ത്തേ അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറയുന്നത്. ഓക്കെ നല്ലത്. മറ്റത് ഭാഷ അറിയാണ്ട് ലിഫ്റ്റ് അടിക്കുമ്പോൾ എല്ലാവർക്കും ഞാൻ ലിഫ്റ്റ് അടിക്കാമെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ ഇവിടെ ലോക്കൽ ആളുകളൊക്കെ ലിഫ്റ്റ് അടിച്ച് ഓരോ സ്ഥലത്തേക്ക് പോകാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അതിവിടെ കോമൺ ആണ്. അതായത് ലിഫ്റ്റ് അടിച്ച് പോകുന്ന കോമൺ ആണ്. ഓക്കെ എൻ്റെ അടുത്ത് പറയാം മറക്കണ്ട റായ്ത്തേ എന്ന് പറയാൻ മരുവാത്ത എന്നൊക്കെ പറഞ്ഞിട്ട്. ഗ്രാസിയാസ് അഡിഗോസ് ബൈ ബൈ. ഞാനിനി ഇവിടെ നടക്കട്ടെ. ഇവർ പറയുന്ന ഒരു 45 minutes ഉള്ളൂ എന്നാണ്. ബൈ ബൈ. നല്ല ആൾക്കാർ കേട്ടോ. എസ്പെഷ്യലി ഗ്രാമങ്ങളിലെ ആൾക്കാരൊക്കെ ഭയങ്കര പ്യുവർ സോളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഹാറ്റാണ് കേട്ടോ. അത്രയ്ക്ക് വെയിലല്ലേ. ഇതെന്താ പട്ടാണോ? പട്ടം പോലെ ഇരിക്കുന്നത്. ആ പട്ടം തന്നെയാണ്. പട്ടം മറപ്പിക്കാൻ വേണ്ടി ഫുൾ ബീച്ചല്ലേ, അതുകൊണ്ട് പട്ടം മറപ്പിക്കാനായിട്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ടാവും ഫുൾ ബീച്ചിലെല്ലാം. നല്ല വൈബുള്ള ആൾക്കാർ. എനിക്ക് മരുവാത്തയിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാഗ് ഇവിടെ ബാക്ക് വെക്കണോ ഫ്രണ്ട് വെക്കണോ? ബാഗ് ഹിയർ ഓക്കെ. ബാഗ് പുറകിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ വെക്കാൻ സ്ഥലം കുറവാണ്. അപ്പോൾ ഞാനിനി അഥവാ ഞാൻ കയറി ഇരിക്കുകയാണെങ്കിൽ സ്ഥലം കുറവാണെങ്കിൽ പാടായിരിക്കും. ഗ്രാസിയാസ്. ഭയങ്കര ചൂടാട്ടോ. എങ്ങോട്ട് പോവാന്ന് തോന്നല്ല. എവിടെയെങ്കിലും ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് ബീച്ചിലൊക്കെ ഇങ്ങനെ കാറ്റ് കൊണ്ടിട്ട് ഇരിക്കാനാണ് തോന്നുന്നത്. സീറ്റ് ബെൽറ്റ് എടുത്തേ.
നല്ല ഇളനീരൊക്കെ കുടിച്ചിട്ട്. No tienes. No? ആ സീറ്റ് ബെൽറ്റ് ഇല്ല, സീറ്റ് ബെൽറ്റ് ഇടണ്ട, സീറ്റ് ബെൽറ്റ് പോലും ഇല്ല ഇവിടെ. അങ്ങനെ ആരും വിടൂല കേട്ടാ. ഈ ഏരിയയിലൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും ഒരു വീട് കാണുന്നത്, അത് വളരെ ചെറിയ വീടൊക്കെയാണ് കേട്ടോ കാണുന്നത്. പോകുന്ന വഴിക്ക് ചെറിയ ഇങ്ങനെ കടകളൊക്കെ കാണാം കേട്ടോ. ഇങ്ങനെ ഈ വണ്ടികൾ പോകുന്ന ആൾക്കാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ചെറിയ വെള്ളവും അങ്ങനെ ചെറിയ ചെറിയ കടകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കി ബീച്ചിന്റെ ആ ഒരു ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് അങ്ങ് അറ്റം വരെയുള്ള ബീച്ച് നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇപ്പൊ ബീച്ചിന്റെ കളറ് നല്ല ബ്ലൂ കളറാണ് കേട്ടോ. ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, പല ടൈപ്പ് ബ്ലൂ കളേഴ്സ് ആണ് കാണുന്നത്. ഞാനിത് മരുവാത്ത എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതെ ഇവിടുന്ന് താഴത്തേക്കൊരു വഴി കാണുന്നുണ്ട്, പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും ഒരു വഴി കാണുന്നുണ്ട് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ളത്. ഞാൻ ഏതെങ്കിലും ഒരു വഴി ഇറങ്ങാൻ നോക്കണം. ഈ വഴി കണ്ടിട്ട് കുറച്ചും കൂടെ രസമുണ്ട്, വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതുവഴിയാണ് അങ്ങോട്ട് ബീച്ചിലേക്ക് ഇറങ്ങി നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 1.5 കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് നോക്കി മഞ്ഞ പൂക്കൾ വീണിട്ട് ഇലയൊന്നുമില്ല, മൊത്തം യെല്ലോ പൂക്കൾ മാത്രമാണ് ഇതിൽ കാണുന്നത്. നല്ല സ്ഥലത്ത് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോകാൻ ഫുൾ മഞ്ഞ കളർ. ഇത് നോക്കി എന്തോരം മാങ്ങയാ നോക്ക്, വലിയ മാങ്ങ കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റും, അത്രയും അടുത്താണ്. പറയാൻ പറ്റില്ല, കൈ കൊണ്ട് ചിലപ്പോൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ വല്ല വെടിയും കിട്ടും കേട്ടോ. തോക്ക് വെച്ച് ആരിലൊക്കെ വെടി വയ്ക്കും. പല ടൈപ്പ് മാങ്ങകളാണ് കേട്ടോ. ഈ മരത്തിൽ വേറെ ടൈപ്പ് മാങ്ങയാണ്. നമുക്ക് നല്ല സുന്ദരം കണ്ടോ, എല്ലാം കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കാം. ഞാൻ മറ്റേതെന്ന് ഒരെണ്ണം പൊട്ടിച്ചു, ഇവിടെ ആരും കണ്ടില്ല, അപ്പം ഞാൻ ഒരെണ്ണം പൊട്ടിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ മാങ്ങയൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കല്ലെടുത്ത് എറിഞ്ഞ് വീഴ്ത്താം, അങ്ങനെ പ്രശ്നമില്ല. എന്തോരം മാങ്ങ നോക്കി, ഇഷ്ടംപോലെ മാങ്ങയാണ് കേട്ടോ. ഇവിടുത്തെ വീടുകളിൽ നോക്കി ഫുള്ള് ഓല കെട്ടിയേക്കാണ്. എന്നിട്ട് എല്ലാവിടെയും ഒരു ഹാമോക്കും ഉണ്ടാവും. അങ്ങനെ ഹാമോക്കൊക്കെ കെട്ടിയിട്ടാണ് അവരിയ്ക്കുന്നത് കണ്ടോ. നല്ല രസമാണ്. ഉച്ച സമയത്താണെങ്കിലും ഇതിനുള്ളിൽ കയറിയപ്പോൾ അങ്ങനെ നല്ല ഇതാണ്. ഞാൻ ജസ്റ്റ് അവരിങ്ങനെ ഹായ് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വന്നാണ് കേട്ടോ. ശരിക്കൊരു എക്സാക്റ്റ് ഒരു ഗ്രാമപ്രദേശമാണ് കണ്ടോ. ഈ ഹാമോക്കിലാണെന്ന് തോന്നുന്നു ഇവരൊക്കെ രാത്രി ഉറങ്ങുന്നത്. പിന്നെ എല്ലാ വീട്ടിലും ഡോഗിനെയും കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു വെറൈറ്റി ചെടിയാണല്ലോ, ഇതുവരെ കാണാത്ത ടൈപ്പ് ചെടിയും ഒരു അതിലുള്ള പൂവും. അത് കണ്ടോ, ഇതിങ്ങനെ വലുതായിട്ട് വെള്ള കളറ് പൂവാകുന്നുണ്ട്. ഓക്കെ, അവിടെ മേളിലുണ്ടോ വൈറ്റ് കളറിൽ പൂ, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിലൊരു പൂ. ഇതാണെന്ന് തോന്നുന്നു ബീച്ചിലേക്കുള്ള വഴി. ഞാനങ്ങനെ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള വീടുകളൊക്കെ ഇങ്ങനെ മരം വെച്ചൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ആണ്ടോ വാതിലൊക്കെ മരവും മുകളിലൊക്കെ ഓലയും ചെറിയൊരു ഷീറ്റും വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. കുറേ വാഴ കാണുന്നുണ്ട്. വാഴയൊക്കെ ഇതിവിടെ വിത്ത് കൊല ഒടിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. മാങ്ങയുണ്ട്, മാങ്ങ ഇങ്ങനെ പറഞ്ഞാൽ അവിടെ വന്ന് കിടന്ന് നല്ലതാണോ എന്താണ്ടോ, നല്ലതല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഫുള്ള് വാഴേൻ്റെ കൃഷി ഇവിടെ മൊത്തം കാണുന്നു. ഇവിടെ മാങ്ങയുണ്ട്, അതിൽ പഴുത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല പഴുത്ത മാങ്ങയെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. എന്ന് നോക്കി കുറേ പുളിയും കാണാൻ പറ്റുന്നുണ്ട്. പുളിയും മാങ്ങയും വാഴയും. ശരിക്കും നമ്മളെ നാട്ടിൽ കൂടെ നടക്കുന്ന ഫീലുണ്ട് എനിക്ക്. ആ ചൂടും ക്ലൈമറ്റും അതെ, നല്ല രീതിയിൽ ചൂടെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടുന്നു, മേലൊക്കെ ഒട്ടുന്ന പോലത്തെ ഒരു ഉപ്പുകാറ്റാണ് വീശുന്നത്. ഇവിടെ കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഭാഷയൊന്നും അറിയാൻ ചാൻസ് ഇല്ല. ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണെങ്കിൽ ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡും ചെയ്തില്ല. രാവിലെയും കൂടെ വിചാരിച്ചാൽ ഞാൻ മറന്നുപോയി. അവർ എന്താ ബീറടിച്ചിരിക്കുകയെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അയ്യോ ആ Maruata. Español poquito. Poquito. English, India. Poco sí de India. India. Oh, mucho gusto, Yeah. Playa. Hay un día allá a la playa ya. ¿Vas a ir a acampar? Poquito. പ്ലായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചാണ് കേട്ടോ. പ്ലായ എന്ന് പറഞ്ഞാൽ ഓക്കെ. നോ ബീർ വേണമെന്ന് ചോദിക്കുന്നു. ലോക്കൽ ബീറാന്ന് തോന്നുന്നുണ്ട്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പ്ലായ ഓക്കെ. ഇത് കൂടെ പോലും അത് കൂടെ പോലും ഒക്കെ പ്ലായാണ്, ബീച്ചാണ്. എവിടെ പോയാലും ബീച്ചാണ്. ഏത് വഴി വേണമെങ്കിലും പോവാം, ഏത് വഴി പോയാലും ബീച്ചാന്നാ പറയുന്നത്. നമ്മളെ നാട്ടിൽ ഇതിന് ബദാം എന്ന് പറയും കേട്ടോ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം ഇങ്ങനെ പൊട്ടിച്ച് തിന്നും. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തിന്നാനുണ്ടാവും.
അത് തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കല്ല് വെച്ചിട്ട് പൊട്ടിച്ചോക്കട്ടെ. അത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും നൊസ്റ്റാൾജി അടിച്ച്. അത് തിന്നാൻ ഇപ്പം ഉള്ളതിലൊക്കെ അത് ഉണ്ടോയെന്നല്ല, ഇതേ മൊത്തം ഇവിടെ വീണ് കിടക്കുന്നുണ്ട്. തിന്നോക്കി ചേട്ടാ. പൊട്ടിക്കാൻ എന്തെങ്കിലും കല്ല് വേണം. കല്ല്, ചെറിയ കല്ല് പോരാൻ തോന്നുന്നു. നോക്കട്ടെ കേട്ടോ. ബാഗ് ഇവിടെ ഇരിക്കട്ടെ. ഇതാ ഒരു കല്ല്. ഇതാ ഈ കല്ല് വെച്ചിട്ട് ഞാൻ പൊട്ടിച്ചോട്ടെ. പണ്ടിങ്ങനെ കല്ല് വെച്ചാ പൊട്ടിക്കുന്നത്. കയ്യിലൊക്കെ ചെളിയായി. അയ്യോ, ഇതിനുള്ളാതെ വെള്ള കളറിലുണ്ട്. ഇത് തിന്നട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതെന്തോ ഫുഡിൻ്റെ കടയായിരുന്നു തോന്നുന്നു. ഇപ്പം അടച്ചിട്ടേക്കാ. വൈകുന്നേരം തുറക്കുമെന്നറിയില്ല. ഉച്ച സമയമാണ്. നല്ല കാറ്റ്, നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ. ഉച്ച സമയമായതുകൊണ്ട് എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുക്കാൻ ആരത്തിൽ എന്തെങ്കിലും ചോദിക്കാൻ ഭാഷ അറിയില്ല. അതാണ് പണി. ഓലാ, ഇവരിവിടെ കള്ളുടിച്ചിരിക്കുക. എല്ലാവരും ഉച്ച സമയത്ത് കള്ളുടിച്ചിരിക്കുക. Poquito español. India. Indígena. India. English. Speak English. Yes. You speak English? No entender. Puro mexicano. Buy bag. ¿A dónde vas? Maruate. Barata, pero ¿dónde? ¿Cabaña? ക്യാമ്പിംഗ് ആണോ എന്നാ ചോദിക്കുന്നത്. വീഡിയോ ¿Cómo te llamas? അങ്ങനെ വെച്ചാൽ എനിക്കറിയില്ല. ഞാനിവിടെ ബാഗ് എവിടെ വെക്കുക, അതാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ സ്ഥലമില്ല. അപ്പുറം ടേബിൾ ഉണ്ട്, പക്ഷെ സേഫ് ആണോ എന്നറിയില്ല അവിടെ അങ്ങനെ ബാഗ് വെച്ചിട്ട് പോകുന്നത്. ഇവിടെ ഈ ഉച്ച സമയത്ത് എല്ലാവരും അടിച്ച് ഓഫായി കിടക്കുകയാണ് കേട്ടോ. അതെ, അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഇവിടെ എല്ലാം കുപ്പി ഇരിക്കുന്നത് കണ്ടോ. കൊറോണേൻ്റെ കുപ്പിയാണ് മൊത്തം കാണുന്നത്. നോക്ക് എത്ര വലിയതാ. ഇത് എത്ര ലിറ്ററാ, ഭയങ്കര വലുതാണ് കേട്ടോ. ഓ, ഇതിലൊക്കെ ബാക്കിയുണ്ടേ ഒരുപാട്. ഇവിടെ ഇവർ കുടിച്ചാന്ന് തോന്നുന്നു. ഈ ഒരു ഹാമോക്കിൽ ഞാൻ എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ബീച്ചാണേ. ഇവിടെ മൊത്തം പാറയും കെട്ടും അങ്ങനെ പാറക്കെട്ടൊക്കെ ആയിട്ടാണുള്ളത്. ഇവിടെ അതെ ഉച്ച സമയമായിട്ട് അങ്ങോട്ട് ബീച്ചിലേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. നല്ല വെയിലായതുകൊണ്ട് വൈകുന്നേരം ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ. ഇവിടെ അതെ ഓക്കെ, ഊഞ്ഞാലൊക്കെ ഉണ്ട്. അവിടെ കണ്ടോ പാറക്കെട്ടുകളാണ് കാണുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് വെള്ളം പോകുന്നത്. ഭയങ്കര ശക്തിയിലാണ് കേട്ടോ കാറ്റിൽ ഭയങ്കര ഇതിലടിക്കുന്നത് കേട്ടോ. ഭയങ്കര വേവ്സ് ഭയങ്കര കൂടുതലാണ്. അങ്ങോട്ടൊക്കെ നോക്കി കാണാൻ നൈസായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ ബീച്ചസ് ഉണ്ട്. നടന്ന് ഓരോ ബീച്ചിലേക്ക് പോകാൻ പറ്റും. പക്ഷെ ബാഗ് സേഫായിട്ട് എവിടെയും വെക്കാണ്ട് നടക്കാൻ പറ്റും. ബാഗായിട്ട് നടക്കാനും പാടാണ്. ഞാൻ എന്തായാലും കുറച്ച് നേരം ഇവിടെ ഇരുന്നൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. എൻ്റെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. ഫോണൊന്ന് ചാർജ് ചെയ്യണം. ഇവിടെ കുറച്ച് കട പോലെയൊക്കെ കാണുന്നുണ്ട്. ചാർജ് ചെയ്യാൻ പറ്റുമോയെന്നറിയില്ല. നോക്കിയോട്ടെ. ഇവിടെ ഒന്നും ആരും കാണാനില്ല കേട്ടോ. ഇനി ഉച്ച സമയമായതുകൊണ്ടാണോ എന്നറിയില്ല. കയറി നോട്ടെ. വീടാണോ റെസ്റ്റോറൻ്റ് ആണോ മനസ്സിലാവുന്നില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. എല്ലാവരും ഉച്ച മയക്കത്തിലാന്ന് തോന്നുന്നു. അവരമ്മമ്മ കിടന്നുറങ്ങുന്നു, പൂച്ച കിടന്നുറങ്ങുന്നു. നോക്കി, ഒരു പൂച്ചയും കുറേ പൂച്ചക്കുട്ടികളും. അവിടെ താഴെ ഒരു പൂച്ച കിടന്നുറങ്ങുന്നു. നമുക്ക് ഇവിടെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ആ അമ്മമ്മ മാത്രം. അല്ല, ഓ നിറയെ പൂച്ചയാണല്ലോ. അപ്പുറയും കുറേ പൂച്ചേനെ കാണുന്നുണ്ട്. ഓ, അമ്മമ്മക്ക് എന്തായാലും ഇംഗ്ലീഷ് അറിയില്ലായിരിക്കും. ആക്ഷൻ കാണിച്ചു നോക്കാം. ഞാനവിടെ ഫോണൊക്കെ കുത്തിയിട്ട് എന്നിട്ട് ഞാൻ ആ പപ്പായ മേടിച്ചു കൊടുക്കുന്ന ഒരു മാങ്ങയും കൂടെ മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ ഉപ്പും മുളകും അവരങ്ങനെ തന്നെ വിൽക്കുന്നത്. അപ്പോൾ ഉപ്പും മുളകും കൂട്ടി അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അമ്മമ്മ ദേ ഇവിടെ കിടക്കുന്നുണ്ട്. വേറെ ആരും ഇവിടെ കാണുന്നില്ല. എന്താണെന്ന് അറിയില്ല. ഞാൻ മുടിയൊക്കെ മുകളിലേക്ക് ഇട്ട് വെച്ചേക്കാം. ചൂടാണ്, ഒടുക്കത്തെ ചൂടാട്ടാ. ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് എടുത്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ബീച്ചൊക്കെ കാണാൻ ഇറങ്ങുന്നുള്ളൂ. ഉച്ച ടൈമിലായിട്ടാന്ന് തോന്നുന്നു എല്ലാവരും. മൊത്തത്തിൽ സൈലൻസ്, ബീച്ചിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. മാങ്ങയൊക്കെ കഴിച്ച് ഞാനിവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് എന്തൊക്കെയോ ട്രാൻസ്ലേറ്റിൽ ചോദിക്കുന്നുണ്ട്. ഇവിടെ തന്നെ വൈഫൈ എനിക്ക് കണക്റ്റായി. അപ്പോൾ ഇവിടെ നെറ്റ്വർക്ക് ഒന്നുമില്ല.
പക്ഷെ ഓട്ടോമാറ്റിക്കലി വൈഫൈ ഇവിടെ വെറുതെ ഞാനൊരു വൈഫൈ കണ്ടപ്പോൾ കണക്ട് ചെയ്തപ്പോൾ പാസ്വേഡൊന്നും ഉണ്ടായില്ല. Cabaña o player. ¿Dónde ocupas? ക്യാബിൻ ഓർ പ്ലെയർ എന്നോ അങ്ങനെ എന്തോ ആണല്ലോ കാണിക്കുന്നത്, മനസ്സിലാവുന്നില്ല. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് കറക്റ്റ് കാണിക്കൂല ചില സമയത്ത്. Cabaña o player. ഓ, കുതിരവണ്ടി ഓടിക്കുന്ന ആളാന്ന് തോന്നുന്നു. ഹോസ് പ്ലെയർ എന്നും പറഞ്ഞിട്ടാണ് അവർ കാണിച്ചു തന്നെ കേട്ടോ. അതാ എനിക്ക് മനസ്സിലാവുന്നില്ല ആളെന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. Camping. ആ Camping. യാ ക്യാമ്പിങ്. ¿De qué lado? ഞാൻ ക്യാമ്പിങ് ചെയ്യാണോ എന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ സേഫ് അല്ല, ലൈക്ക് സാധനങ്ങൾ അവിടെ വെച്ചിട്ട് ഞാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അവിടെ വെക്കുന്നില്ല. Sí. Sí. Camping. ആളടിച്ച് ലോസ്റ്റാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എല്ലാം ഈസി ആയിട്ട് പൊട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ. അത് നോക്കിയേ, തേങ്ങ അല്ല, ഇളനീരുണ്ടോ? എല്ലാം ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന. ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. വെയിൽ പോകുന്നില്ല കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്തു. ഇപ്പോൾ സമയം 4:45 എന്നിട്ടും വെയിൽ കുറവൊന്നുമില്ല. എനിക്ക് തോന്നുന്നു 7:30 ആകുമ്പോഴായിരിക്കും സൺസെറ്റ്. അപ്പോൾ ഒരു 6 മണി കഴിഞ്ഞാലായിരിക്കും വെയിലിൻ്റെ കട്ടിയൊന്ന് കുറയുള്ളൂ. എന്തോരം പൂച്ചയെ നോക്കിയേ, ചറ പറയേ പൂച്ചയാ, പല പൂച്ചകളാ. ഭയങ്കര അടിപൊളി ബീച്ചാണ് കേട്ടോ. നോക്കിയേ, നല്ല രസമുണ്ട്. ശരിക്കും ബ്ലൂ കളറിലാണ് ബീച്ച് കാണുന്നത്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ദൂരെ നോക്കിക്കഴിഞ്ഞാലേ ഇതിൻ്റെ ഇടയിൽ കുറേ ഗുഹ പോലെ കാണാൻ പറ്റുന്നുണ്ട്. അതുവഴി പോകാൻ പറ്റുമോ എന്നറിയില്ല. ഒരു ഗ്യാപ്പൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ വെള്ളം ഇങ്ങനെ നോട്ടെ കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക്. കണ്ടോ, പക്ഷെ വെള്ളമാവും വേണ്ട, കൂടുതൽ അടിച്ചു വരും. അപ്പോൾ വെള്ളം ഇല്ലാത്തപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റും. നോക്കിയേ, കണ്ടോ, ഇപ്പം അധികം വെള്ളമില്ല. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. പക്ഷേ അപ്പുറത്ത് എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യം ആയതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാനില്ല. ഇവിടുന്ന് ഒരു ബീച്ചിലേക്ക് നടന്നു പോകാൻ പറ്റും, പക്ഷെ അതിനുള്ള വഴി കാണാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ നോക്കുന്നത്. നടന്ന് ഒരു ഡെഡ് എൻഡ് പോലെ കാണുന്നത് എനിക്ക്. അവിടുന്ന് നടന്നു വന്നിട്ട് ഞാനിവിടെ ഒരു ഇളനീര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ക്ഷീണം, ഭയങ്കര ടയേർഡ്. എൻ്റെ മുഖം നോക്കിയേ കരുവാളിച്ചു പോയി. അതായത് ടാൻ അടിച്ചു, ഭയങ്കര വെയിലല്ലേ, വെയിലടിച്ചിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഇത് റിഫ്രഷിങ് ആവട്ടെ എന്ന് വിചാരിച്ചു ഇളനീര് കുടിച്ചിട്ട്. അപ്പോൾ ഒരു 30 പെസോയാണ് അതിന് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തു. അങ്ങനെ ഞാനിപ്പോൾ ഇവിടുന്ന് നെക്സ്റ്റ് ഉള്ള ബീച്ചിലേക്കൊക്കെ പോവാണ്. ഈ ടൈമിൽ പോയിട്ടില്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഇരുട്ടാവും. അപ്പോൾ ഇപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ട്, കണ്ടോ, നല്ല രസമുണ്ട്. ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയപ്പോൾ തന്നെ എന്തൊരു സമാധാനം, കാറ്റ് കൊള്ളുന്നുണ്ട്. മറ്റേത് കാറ്റ് പോലും ഇല്ലാണ്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഇവിടെ ഭയങ്കര രസമുള്ള വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് മുകളിലേക്ക്. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കൂട്ടുന്നത് ഈ ഒരു പയ്യനും പിന്നെ ഈ ഒരു ഡോഗിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹസ്കിൻ്റെ എല്ലാം പോലത്തെ കണ്ണാണ് ആ ഡോഗിന് ഇരിക്കുന്നത്. നോക്ക്, കണ്ണ് കണ്ടോ, കണ്ണ് നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, കം, മുകളിലേക്ക് അങ്ങോട്ട് വഴിയുണ്ട്. അപ്പോൾ മുകളിലേക്ക് പോകുവാണ്. ചെറിയതായിട്ട് സ്റ്റെപ്പ് പോലെ ഇങ്ങനെ മുകളിലേക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതുവഴിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ വീടുകളൊക്കെ ഉണ്ടേ ഈ സൈഡിൽ, കണ്ടോ, ഈ സൈഡിലെല്ലാം വീടുകൾ കാണാം. വ്യൂ പോയിന്റിലേക്കുള്ള വഴിയാണ്. ഞാൻ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. നോക്ക്, ഇവിടെ വീടുകളൊക്കെ ഉണ്ട്. അങ്ങോട്ട് ബീച്ചുണ്ട്, അങ്ങോട്ട് പോവാം. ഇതിപ്പോൾ വ്യൂ പോയിന്റ്. കം, ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. നോക്ക്, വാവ്, ടോപ്പിൽ നിന്ന് കാണാൻ അടിപൊളിയാണ് കേട്ടോ. നോക്കിയേ, നല്ല രസമുണ്ട്, കണ്ടില്ലേ, കുറേ ഗ്യാപ്പൊക്കെ ഉണ്ട്. അവിടെ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് അതുവഴിയൊക്കെ പോവായിരുന്നു. കണ്ടോ, വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ, ബ്ലൂ കളറിലാണ്. എനിക്ക് തോന്നുന്നു ആ മൗണ്ടൈനിലേക്ക് ട്രക്ക് ചെയ്യാമെന്ന്. അവിടെ വഴി പോലൊക്കെ കാണുന്നുണ്ട്, വഴിയാണോ എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും
പോയി നോക്കാം. അവിടെ കണ്ടോ ഒരു ആർച്ച് പോലെയൊക്കെ അങ്ങ് ദൂരെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. നല്ല സ്ഥലം കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഞാനിപ്പോൾ ഇവിടുന്ന് വന്നേന്നുള്ളത് ഇവിടെ കാണിച്ചു തരാം. അതെ, ഞാൻ വന്നത് ഈ സൈഡിൽ നിന്നാണ്. കണ്ടോ കണ്ടോ, ഇവിടുന്ന് അതിൻ്റെ ബ്യൂട്ടി കാണാൻ പറ്റൂ. ഞാൻ ചെയ്യുന്നത് കണ്ടോ അവിടെയാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വന്ന്. ഓ, ഭയങ്കര അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് ആരുമില്ലേ, ഞാൻ ഈ പയ്യനും മാത്രമേ ഉള്ളൂ, ഈ ഡോഗും. വേറെ ആരും വന്നിട്ടില്ല. നല്ല അടിപൊളി വ്യൂ. അതെ കണ്ടോ, ഇവിടെ ഓലയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ദേ ഇവിടുന്ന് കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള വ്യൂ കിട്ടും. നോക്ക്, വാവ്, അടിപൊളിയല്ലേ. ദേ അവിടെ ഉണ്ടോ അടുത്തടുത്ത ബീച്ചിലേക്ക് ഇങ്ങനെ 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 നടന്നു പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എന്ത് ക്ലീനാ നോക്ക്, ഒരാൾ പോലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ കപ്പിളായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അടിപൊളിയാവും. അല്ല എന്താ പറയുക, ബീച്ചിലൂടെ പ്രൈവസി ഉണ്ട്. ഇങ്ങനെ ആരും ഇല്ലാണ്ട് ബീച്ചിൽ നടക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. കാരണം ആരും ഉണ്ടാവില്ല. നോക്ക്, നല്ല അടിപൊളി ബീച്ചുമാണ്, പീസ്ഫുള്ളാണ്. ടെൻ്റ് അടിച്ചാൽ പോലും ഒരാൾ നമ്മളെ ശല്യം ചെയ്യാൻ വരില്ല. ഇത്രയും പീസ്ഫുൾ ആയിട്ട് കാറ്റാണോ. എൻ്റെ അമ്മ ഒടുക്കത്തെ കാറ്റ്. ഇവിടെ നിൽക്കുന്നത് എളുപ്പമല്ല കേട്ടോ, ഭയങ്കര കാറ്റാണ്. നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തന്നെ പറന്നു പോവും, അത്രയും കാറ്റാണ് അടിക്കുന്നത്. ഭയങ്കര എക്സ്ട്രീം രീതിയിലാട്ടോ കാറ്റടിക്കുന്നത്. ഇവിടുന്ന് ഇനി നമ്മൾ അടുത്ത ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. പോകുന്ന വഴിയൊക്കെ കുറച്ച് സ്ലിപ്പറിയാണ് കേട്ടോ, ചരലായിട്ട് കിടക്കുകയാണ്. ഞാൻ നോക്കിയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്ത ബീച്ചിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് നടന്നു കഴിഞ്ഞാൽ അടുത്ത ബീച്ചെത്തി. തൊട്ടാണ് എല്ലാ ബീച്ചും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഈ ബീച്ചിലേക്ക് വന്നിട്ടില്ല. ഭയങ്കര ഒരു ഹിഡൻ ജെമ്മാണ് കേട്ടോ. സോ ഇവിടെ മെക്സിക്കോയിലുള്ളവരൊക്കെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും വരിക. കണ്ടോ, ഒന്ന് വഴി നോക്ക്, ഇതുപോലത്തെ പാറയിൽ വേണം ഇരുന്നിട്ട് പോകാൻ. പാറയിൽ കൂടെയാണ് താഴേക്ക് ഇറങ്ങുന്നത്. നമുക്ക് എന്ത് രസാ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സണ്ണിപ്പോൾ ഇത് മറിച്ചു കേട്ടോ. അവിടെ ഒരു റോക്കില്ലേ, അതുകൊണ്ട് ആ സണ്ണ് നേരെ കാണാൻ പറ്റുന്നില്ല. അതിന്റെ മുകളിൽ നിന്നാണ് ഞാൻ നേരത്തെ നിന്നിട്ടുണ്ടായത്. ഇത് ക്ലീനാ നോക്ക്. ഇതേ സണ്ണിപ്പോ കാണാം. അയ്യോ, എടാ ഇവന് എന്താ പറയണേ കുട്ടാ, എനിക്ക് മനസ്സിലാവണല്ലോടാ. വെള്ളം ഇപ്പൊ കൂടുതലാണെന്നാണോ എന്താന്ന് മനസ്സിലാവുന്നില്ല. വെള്ളം ഇവിടം വരെ വരുന്നുണ്ട് കേട്ടോ. കേട്ടോ, സണ്ണിപ്പോ അവിടെ നിന്ന് കാണാം. നോക്ക്, ഭയങ്കര അടിപൊളി കേട്ടോ, ക്ലീൻ ആൻഡ് നീറ്റ്. ഒന്ന് നോക്കി. ഫൈനലി ഇതാ ഒരു ലോഡ് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. ഇത് വേറെ ഏതോ സ്ഥലത്ത് നിന്ന് അവര് വന്നേക്കാണ് കേട്ടോ. കുറെ ഡോഗും കുറെ ആൾക്കാരും എല്ലാം ഉണ്ട്. അടിപൊളി. ഞാൻ പറഞ്ഞില്ല, അതിന്റെ മുകളിലേക്ക് നടന്നു പോകാൻ പറ്റുന്ന, അങ്ങോട്ടാണ് ആൾക്കാരൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കേട്ടോ, ആ ഒരു മലേന്റെ മുകളിലേക്ക് അങ്ങനെ നടന്നു പോകാൻ വേണ്ടി പറ്റും. ഇവിടെ ദേ ബീച്ചായ ബീച്ചിലേക്കൊക്കെ നടന്ന് അല്ല ഓക്കെ. കണ്ടാ, നടന്നെത്തിയപ്പോ ഇവിടെ ഒരു ബീച്ചെത്തി. ബീച്ചിൻ്റെ ഇത് കൂടിട്ടോ, അതിൻ്റെ എന്താ പറയുക ഫോഴ്സ് നല്ല രസം. നമുക്ക് ആ ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നമുക്ക് വലിയ ഗുഹയാണ്, പക്ഷെ വെള്ളം നല്ല വരുന്നു. അങ്ങടെ എന്താന്ന് മനസ്സിലാവുള്ള ഇരുട്ടാണ്. വെള്ളം ഇല്ലെങ്കിൽ പോയി നോക്കായിരുന്നു കേട്ടോ. നല്ല ഹെവി ആയിട്ടാണ് പക്ഷെ വെള്ളം വരുന്നത്. അതിൻ്റെ ഇടയിൽ പെട്ടാൽ തിരിച്ചു പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകും. അത്രയും ഫോഴ്സിലാണ് അവിടെ ഉള്ള വരുന്നത് കണ്ടോ. നോക്ക്, അത്ര ഹൈറ്റിലാണ് വരുന്നത്. നോക്കി കേട്ടോ, എത്ര ഫോഴ്സിന് നിങ്ങൾക്ക് മനസ്സിലായ. ഓക്കെ, പോണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. വെള്ളത്തിലുള്ള ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കില്ല കേട്ടോ. അത്ര എക്സ്ട്രീം ഫോഴ്സിലാണ് വരുന്നത്. ചിലപ്പോൾ രാവിലെ
ടൈമിലൊക്കെ ആണെങ്കിൽ അവിടെ വരെ പോകാൻ പറ്റുമായിരുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നു. കണ്ടോ ബീച്ചിലൊന്നും ആരുമില്ല, ഫുൾ വൈബ്, നല്ല രസമുണ്ട്. കപ്പിൾസൊക്കെ ആയിട്ട് വരണമെങ്കിൽ സൂപ്പറായിരിക്കും. നമ്മളിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറി പോവാണ് കേട്ടോ. നടന്ന് അങ്ങോട്ട് പോവാണ്. ഞാനും ദേ അവനും ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് സൺസെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. രണ്ട് വഴി കാണുന്നുണ്ട്, അതുവഴിയുണ്ട് ഇതുവഴിയുണ്ട്. ഇവിടെ നോക്കി, അടിപൊളിയാണ് കേട്ടോ, കാണാൻ തന്നെ നൈസാണേ. ഭയങ്കര ഇതിൽ വെള്ളം അടിക്കുന്നുണ്ട്. നോക്ക് ഇതേ ഇതുവഴിയാണ് നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. പാറയാണ്, ഒരുമാതിരി ടൈപ്പ് പാറ. നോക്കി പോയില്ലെങ്കിൽ കാലൊക്കെ മുറിയും. ഞാൻ പിന്നെ ഓൾറെഡി ഇപ്പോൾ ചെരുപ്പിട്ട്. ഓ ഇതല്ല കേട്ടോ വഴി, അതാണ് വഴി. ഇതിവിടെ ഒരു വ്യൂ പോയിന്റാണ്. ഏറ്റവും ടോപ്പിൽ പോകണമെങ്കിൽ ഇതല്ല വഴി. ഇവിടേക്ക് ഒരു വെള്ളം അടിക്കുന്നുണ്ട് കേട്ടോ, നനഞ്ഞിരിക്കുന്നു. ഇത്രയും ഹൈറ്റിൽ വെള്ളമോ? ഓ സേഫായിട്ട് വാ മോനെ. ഈ കൊച്ചു പയ്യന് ഇപ്പം എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ അവൻ്റെ വീട്ടിൽ നിന്നാണ് വിളിച്ചിട്ട് വന്നിട്ടുള്ളത് ആ കൊച്ചിനെ. വേണ്ട, ഇതാണൊരു വ്യൂ പോയിന്റ്. ആഹാ അടിപൊളി. ഇനി അപ്പുറത്ത് കൂടെ പോയാൽ കുറച്ചുകൂടെ വ്യൂ കിട്ടും. പോകുന്ന വഴി ഇതേ കള്ളിമുൾ ചെടിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മളിത് ഈ ടോപ്പിലേക്ക് പൊക്കോണ്ടിരിക്കുക. വഴി തെറ്റിയാ? ആ ഇതല്ല വഴി. നോക്ക് വ്യൂ അടിപൊളിയാണേ. ഓ മുള്ളാണ് കേട്ടോ. ഓക്കെ കള്ളിമുൾ ചെടീൻ്റെ ഇത് പൊട്ടിച്ചാണ്. ഇത് തിന്നുന്ന എനിക്കറിയാം, പക്ഷേ ഇത് പല കളറിൽ കാണുന്നുണ്ട്. തിന്നാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ. കയ്യിലെന്തോ കുത്തി. ആ ഈ ഒരു സാധനം കുത്തുന്നതേ മഞ്ഞ കളറിൽ കണ്ട അത് കുത്തുന്നു. അത് പണി കിട്ടി കേട്ടോ. ഇതേ കയ്യിലിങ്ങനെ കുത്തിയിരിക്കുമോ, ഭയങ്കര വേദന എടുക്കുമോ. നോക്കി കണ്ടോ, ഈ എടുക്കുമ്പോഴൊക്കെ കുത്തുന്നു. ഓ ഭയങ്കരമായിട്ട് കുത്തുന്നു. പണി കിട്ടി. അവരുടെ മൈക്കൊക്കെ ഉണ്ട് കേട്ടോ. മൈക്കൊക്കെ ആയിട്ടാണ് അവര് പോകുന്നത്. നോക്ക് അണ്ടാരന്റെ കൈ നോക്കി എന്തൊക്കെയോ വിളിച്ചു പോകുന്നതിന്. മുകളിൽ നിന്നുള്ള വ്യൂ നോക്ക് കേട്ടോ. അപ്പുറമൊക്കെ കാണുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ ബീച്ചസ് ആണ്. ഇവിടെ നോക്ക് മൊത്തം തെങ്ങാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം കോക്കനട്ട് നമുക്ക് കിട്ടും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. നോക്കി ആ സണ്ണൊക്കെ ഇങ്ങനെ പോയി. അവിടെ സണ്ണുണ്ട് ആക്ച്വലി, പക്ഷെ മല മറച്ചേക്കുവാണ്. ഓക്കെ കേട്ടോ. ഇപ്പൊ ഇതിന്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബ്ലൂ കളർ വെള്ളം. അവിടെ എല്ലാം ഡാർക്ക് ബ്ലൂ, ഇവിടെ എല്ലാം ലൈറ്റ് ബ്ലൂ എല്ലാം ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇതുവഴിയൊക്കെ നമുക്ക് നടന്ന് പോവാട്ടാ. നടന്ന് ഇവിടെ ഡെഡ് എൻഡ് എത്തിയതേ മരമാണ്. അയ്യോ ഇത് തേനീച്ചക്കൂട് വല്ലതും ആണോ എന്തോ. വേഗം പോവാൻ വേണ്ട. വാങ്ങിട്ട് വാ. നോ ഇങ്ങോട്ട് കം. വെറുതെ റിസ്ക് എടുക്കാൻ പറ്റൂലേ. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ വേറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കാണാം. ഓരോ സൈഡിൽ നിന്നും ഓരോ അടിപൊളി വ്യൂ ആണ് കേട്ടോ കാണുന്നത്. ഇത് നോക്ക്, എന്ത് രസാ നോക്കി. വാവ് ബ്യൂട്ടിഫുൾ. നോക്കി
ഇവിടെയൊക്കെ വരുമ്പോൾ സൂക്ഷിച്ച് വരിക, കാരണം എല്ലാവരും ഗൈഡൊക്കെ ആയിട്ടാണ് വന്ന്. ഞാൻ ആ പയ്യനെ അറ്റ്ലീസ്റ്റ് വിളിച്ചു എനിക്കൊരു കൂട്ടിനായിട്ട്, കാരണം ഇവിടെ ഒന്നൊരു സേഫ്റ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. വീണ് കഴിഞ്ഞാൽ വീണ് പോവും, അങ്ങനെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നോക്കിയേ കണ്ടോ, വേറെ ഒന്നുമില്ല. ഏറ്റവും അറ്റത്ത് പോയി വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ദേ ഇവിടെ നിന്നൊക്കെ ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച് നിൽക്കാം, പക്ഷെ സേഫായിട്ട് നിൽക്കാം. ഞാൻ വെള്ളം പേടിയായതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സേഫായിട്ടാണ് നിൽക്കുള്ളൂ. എനിക്ക് എന്നാൽ പോലും ഈ അറ്റത്ത് നിൽക്കുന്ന സമയത്ത് ഒരു പേടിയുണ്ട്, കാരണം താഴെ വെള്ളമായതുകൊണ്ട്. പക്ഷെ എന്ത് രസമുള്ള വ്യൂ ആ. ഈ വ്യൂ കണ്ടിട്ട് ഇവിടെ തന്നെ നിൽക്കാൻ തോന്നുക, പോകാനേ തോന്നുന്നില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ അല്ലേ, നോക്കി. നോക്ക് കളറ്, ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു മണലിൻ്റെ കളറ്, ബാക്കിയെല്ലാം ഭയങ്കര ബ്ലാക്ക് കളറാണ് കേട്ടോ. നോക്കിയേ കണ്ടാ, ശരിക്കും ബ്ലാക്ക് ആയിട്ടുള്ളത്. നോക്ക്, അയ്യോ വെള്ളം. എൻ്റെ കയ്യിൽ ആ സാധനം പോകുന്നില്ല, കുത്തിക്കൊണ്ടിരിക്കുക. ഞാനിട്ട് കുഴയ്ക്കുകയാണ്, കുഴച്ച് കഴിഞ്ഞാൽ പോകുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് കൈയൊക്കെ കുത്തണു. ഞാനത് തിന്ന് നോക്കിയിട്ട് എൻ്റെ നാവ് സീനായി. വെറുതെ പോയി പണി വാങ്ങി, ഒരാവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഒരാവശ്യമില്ലാണ്ട് മേടിച്ച സാധനം അത്. നല്ല അടിപൊളി ഇരിക്കുക. നോക്കി എന്ത് രസാ. ഇവിടെ നോക്ക്, ക്രാബാണ് കേട്ടോ. ക്രാബിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നോക്ക് കണ്ടോ, ക്രാബന്നെ അല്ലേ ഇത്? ഇത് ക്രാബല്ലേ? എന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇത് ക്രാബാണോ അതോ ആമയാണോ മനസ്സിലാവുന്നില്ലല്ലോ. കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല കേട്ടോ, അതെന്താ സംഭവം. നോക്ക്, മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്തായാലും ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇപ്പോൾ ചോദിക്കും. ഇതെന്താ ക്ലോസ് ആക്കി കാണിച്ചു തരാം. ആ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. കല്ലായി കല്ലായി. ഇതെന്താ, ഇത് വേറെന്തോ സാധനമാണല്ലോ. നോക്ക് നോക്ക് നോക്ക്, ഷെല്ല് വെച്ചിട്ട് പോകുന്നതാണ്. ഇതെന്താ എന്തോ കണ്ടോ, മറ്റേ ശംഖായിട്ട് പോകുന്നു കണ്ടോ. ഈ ഒരു പുള്ളിക്കാരൻ ഇവിടുത്തെ ലോക്കൽ ആളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂം എനിക്ക് കിടക്കാൻ വേണ്ടി തന്നു. ഞാൻ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം ചോദിച്ചതാണ്. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ ആൾക്ക് ഒരുപാട് റൂമുണ്ട്, കള്ളുപിടിച്ചിട്ടാണ്, എല്ലാവരും കള്ളുപിടിച്ച് നല്ല ഇതാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ സേഫാണ്, പ്രശ്നമൊന്നുമില്ല, ഇതിൻ്റെ ഉള്ളിൽ കിടന്നു ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഗ്രാസിയാസ് ഗ്രാസിയാസ്. ഓക്കെ ഓക്കെ. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ എന്തെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ടോ, എന്തെങ്കിലും കിട്ടുമോ നോക്കണം. അപ്പോൾ എൻ്റെ കൂടെ എനിക്ക് സ്റ്റേ തന്നിട്ടുള്ള ആളും കൂടെ വരാമെന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ അവരുടെ അടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒറ്റയ്ക്ക് പോകണം, സേഫല്ല, ഞാനും വരാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഇവിടെ ഇരുട്ടത്തെ ഏതോ വഴിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനുണ്ട്, ആളുണ്ട്, ഇതാ സേഫ്റ്റിക്കൊരു ഡോഗും ഉണ്ട്. എന്നിട്ട് വേറെ വഴിയിലെ ഡോഗൊക്കെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ നന്നായി, ഞാൻ ഒറ്റയ്ക്ക് ഇത് വഴി പോകാണ്ടിരുന്നു. പട്ടികളെല്ലാം കൂടെ എന്നെ കടിച്ച് കീറിയനെ. ഇതിപ്പോൾ ഇത് ആളുടെ ഡോഗ് തന്നെയാണ്. നമുക്ക് ലൈറ്റ് പോലും ഇല്ലാതെ ഒരു ബൈക്കൊക്കെ വരുന്നതാണോ കണ്ടാ. ഈ ആളെൻ്റെ കൂടെ ഉള്ളത്. ബൈക്ക് വരുന്നതിൻ്റെ ലൈറ്റായി കാണുന്നത്. ഓക്കെ, പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല, കാടാ, ചുറ്റും കാട്, വേറെ ഒന്നുമില്ല കേട്ടോ. ഫൈനലി ഇതാ അവിടെ ഒരു ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ നേരം നടന്ന്, പിന്നെ അത് എന്താണ്, ബീഫാണോ പോർക്കാണോ മനസ്സിലാവുന്നില്ല. അപ്പം എന്തായാലും ടാക്കോസ് ഉണ്ട്. അതെ, എണ്ണയിലൊക്കെ ടാക്കോസ് മുക്കി പൊരിക്കുന്നുണ്ട്. വെറുതെ എണ്ണയിലിടാണ് കേട്ടോ, എന്നിട്ട് ചൂടാക്കാമെന്ന് തോന്നുന്നു. വേണ്ട, അതെ എണ്ണയിലിട്ടിട്ട് ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ബീഫിൻ്റെ 3 ടാക്കോസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ചെറിയ ടാക്കോസിൽ ഇങ്ങനെ 2 എണ്ണം വെച്ചിട്ട് തരുന്നത്. ഉള്ളിയൊക്കെ ഇട്ട് ബീഫൊക്കെ ഇട്ട് ഓണിയണൊക്കെ ഇങ്ങനെ ഗ്രില്ലാക്കിയതൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിത് ഇവിടെ കിടന്നു. ഇവിടെ മൊത്തം പൊടിയാണ് കേട്ടോ. എനിക്കൊന്നും യൂസ് ചെയ്യാറില്ല എന്ന്. ഭയങ്കര പൊടിയുമാണ്, മണലാണ്, പൊടിയല്ല മണലുണ്ടല്ലോ, മണലാണ്. ഭയങ്കര ഒട്ടലാണ്, മേലൊക്കെ ഇങ്ങനെ ഒട്ടുന്നുണ്ട്, ഭയങ്കര സ്റ്റിക്കിയാ. ഒന്നാമത് ഉപ്പ് കാറ്റും ഇങ്ങനെ അടിക്കുമല്ലേ, അതുകൊണ്ടായിരിക്കും. ഇവിടെയൊക്കെ മൊത്തം പൊടിയല്ല, ഫുൾ മണലാണ്. കുളിച്ചാലും ഫുൾ മണലാണ് എവിടെ ചെന്നാലും കേട്ടോ. ബീച്ച് സൈഡ് മാറിയാലായിരിക്കും ഇനി ഓക്കെ ആവുള്ളൂ. അപ്പോൾ ഞാനിത് ഇനി ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. സോ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.